ഹായ് എവരി വൺ, എല്ലാവർക്കും സുഖമല്ലേ? വെൽ, മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും ഇലാബറേറ്റ് ആയിട്ടുള്ള പാഠമാണ് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ നിന്നും നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ട് ഈ പാഠത്തിൽ നിന്നും ഏത് ചോദ്യം വന്നാലും ഐ ആം റെഡി ടു ആൻസർ എന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാനായിട്ട് പറ്റണം. നിങ്ങൾക്കതിന് പറ്റും, എനിക്ക് ഉറപ്പാണ്. ഏതൊരു വ്യക്തിയുടെയും തിളക്കമാർന്ന വിജയത്തിനു പിന്നിൽ അദ്ദേഹത്തിൻ്റെ ആത്മാർപ്പണമുണ്ട്, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനമുണ്ട്, അദ്ദേഹത്തിനുള്ള ആത്മവിശ്വാസമുണ്ട്. പൂർണ്ണ മനസ്സോടെ തിളക്കമാർന്ന വിജയം നമുക്കും കൊയ്യാം. ഇന്ന് ഈ പാഠത്തിലെ അവസാന ക്ലാസ്സാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി അളക്കുന്നതിനായിട്ടുള്ള മൂന്നാമത്തെ മെത്തേഡായ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ് ആണ് ഇന്നത്തെ ക്ലാസ്സിലെ ചർച്ചാ വിഷയം. ഓക്കെ, ഈ മെത്തേഡ് പ്രകാരം നമുക്ക് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദെൻ 1 ആണോ, അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണോ, അല്ല ഇലാസ്റ്റിസിറ്റി 1 ആണോ, അല്ലെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക് ആണോ, ഇനി അതുമല്ല ഇലാസ്റ്റിസിറ്റി ലെസ് ദെൻ 1 ആണോ, അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണോ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ കൃത്യമായിട്ട് എത്രയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് ഈ ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ് പ്രകാരം, ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുന്നതോടുകൂടി നിങ്ങൾക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി മനസ്സിലാവും. ഓക്കെ, ചോദ്യം നമ്പർ 1. വളരെ ശ്രദ്ധിച്ച് ചോദ്യം കേട്ട് ആലോചിച്ചിട്ട് വേണം ഉത്തരം പറയാൻ. ഓക്കെ, ഒരു വസ്തുവിൻ്റെ വില കുറഞ്ഞു, കൺസ്യൂമർ അത് കൂടുതൽ അളവിൽ വാങ്ങിച്ചു, അദ്ദേഹത്തിൻ്റെ ചെലവും ടോട്ടൽ എക്സ്പെൻഡിച്ചറും വർദ്ധിച്ചു. എങ്കിൽ ആ വസ്തുവിൻ്റെ ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും? വളരെ ആലോചിച്ച് ഉത്തരം പറയുക. ഒരു വസ്തുവിൻ്റെ വില കുറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ചെലവ് വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും? യെസ്, യു ആർ കറക്റ്റ്, ഗ്രേറ്റർ ദെൻ 1 ആയിരിക്കും. വില കുറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ചെലവ് വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടായ ആനുപാതികപരമായ മാറ്റമായിരിക്കും വളരെ കൂടുതൽ. ഏതിനേക്കാളും? യെസ്, വിലയിലുണ്ടായ ആനുപാതിക മാറ്റത്തെക്കാളും. വിലയിലുണ്ടായ ആനുപാതിക മാറ്റത്തെക്കാൾ കൂടുതലാണ് ഡിമാൻഡിലുള്ള ആനുപാതികമായ മാറ്റമെങ്കിൽ നമുക്കറിയാം അവിടെ ഇലാസ്റ്റിസിറ്റി വിൽ ബി ഗ്രേറ്റർ ദെൻ 1, അതായത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആയിരിക്കും, ഇല്ലേ? ഇത് ഗ്രാഫിലേക്ക് മാറ്റാം നമുക്ക്. ഗ്രാഫിലെ എക്സ് അക്ഷത്തിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ് നാം അളക്കുന്നത്, ശ്രദ്ധിക്കണം. ഇവിടെ പ്രൈസും. ഒരു കർവ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിന് 3 സെഗ്മെൻ്റ് ഉണ്ട്, 3 പോർഷൻ ഉണ്ട്. AB എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റും BC എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റും CD എന്ന് പറയുന്ന മൂന്നാമത്തെ സെഗ്മെൻറ്റും. ഓക്കെ, നാം ചർച്ച ചെയ്തിട്ടുള്ള ഫസ്റ്റ് കേസ് ഇവിടെ നോക്കാം. വില P1 ആയപ്പോൾ ഇദ്ദേഹത്തിന് വരുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ OQ ആണ്. വില കുറഞ്ഞു, P0 ആയി കുറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ Q1 ആയി വർദ്ധിച്ചു. ഓക്കെ, ഇവിടെ വില കുറയുകയാണ്, ഇവിടെ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുകയാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. വില കുറയുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നു. ഇനി വില കൂടുകയാണെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ
കുറയുന്നു. വില കൂടുകയാണെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറയുന്നു അല്ലേ? എങ്കിൽ AB എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റ് അർത്ഥമാക്കുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1 അഥവാ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 2 ശ്രദ്ധിച്ച് കേട്ടോണം. ഒരു വസ്തുവിൻ്റെ വില കുറഞ്ഞു, ഉപഭോക്താവ് കൂടുതൽ വാങ്ങിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചെലവിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എങ്കിൽ അത്തരം വസ്തുവിൻ്റെ ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും? യെസ്, എഗൈൻ യു ആർ കറക്റ്റ്. വില കുറഞ്ഞിട്ട് കൂടുതലായിട്ട് വാങ്ങിച്ചിട്ട് പോലും ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എങ്കിൽ വിലയിലുണ്ടായ ആനുപാതികപരമായ മാറ്റവും ഡിമാൻഡിലുണ്ടായ ആനുപാതികപരമായ മാറ്റവും ഈക്വലായിരിക്കും അല്ലേ? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റിയും പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസും ഈക്വൽ ആണ് എങ്കിൽ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി ഇൻ സച്ച് കേസസ് വിൽ ബി 1, ദാറ്റ് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക് ആയിരിക്കും. നമ്മുടെ കർവിൻ്റെ BC എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ, അതായത് OY ആക്സിസിന് സമാന്തരമായിട്ടുള്ള ഈ പോർഷൻ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിനെയാണ് കാണിക്കുന്നത്. നോക്കാം നമുക്ക്. ഇവിടെ പ്രൈസ് P1 ആയിരുന്നപ്പോൾ ഇദ്ദേഹം OM എമൗണ്ട് ഓഫ് മണി ഈസ് സ്പെൻഡിങ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? OM. വില ഇവിടെ കുറഞ്ഞു, P0 ആയി കുറഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ ചെലവ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്ര തന്നെയാണ് ഇവിടെ? യെസ്, നേരത്തെ ചെലവായിട്ടുള്ള അതേ OM എമൗണ്ട് ആണ്. എങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 1 അഥവാ യൂണിറ്ററി ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 ശ്രദ്ധിച്ചോണം. ഒരു വസ്തുവിൻ്റെ വില കുറഞ്ഞു, സ്വാഭാവികമായും കൺസ്യൂമർ കൂടുതലായി വാങ്ങിച്ചു. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മൊത്തം ചെലവ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു എങ്കിൽ ആ വസ്തുവിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും? യെസ്, നിങ്ങൾ വളരെയധികം വേഗത്തിൽ തന്നെ ഉത്തരം പറഞ്ഞു. ലെസ് ദാൻ 1 എന്ന് വെച്ചാൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. വസ്തുവിൻ്റെ വില കുറഞ്ഞിട്ട് കൂടുതലായിട്ട് വാങ്ങിച്ചിട്ട് പോലും ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഡിമാൻഡിലുണ്ടായ ആനുപാതികപരമായ മാറ്റം കുറവാണ് വിലയിലുണ്ടായ ആനുപാതികപരമായ മാറ്റത്തിൽ സംഭവിച്ചതിനേക്കാൾ. അതുകൊണ്ടാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇവിടെ കുറഞ്ഞത് അല്ലേ? ഇവിടെ വിലയും കുറയുന്നു, ടോട്ടൽ എക്സ്പെൻഡിച്ചറും കുറയുന്നു. ഇത് നമുക്ക് ചിത്രത്തിലേക്ക് മാറ്റി നോക്കാം. പ്രൈസ് P1 ആയിരുന്നപ്പോൾ ഇവിടെ OM ആണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. വില P0 ആയി കുറഞ്ഞപ്പോൾ ഇവിടെ OM1 ആയി ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു. വില കുറഞ്ഞു, ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു. രണ്ടും ഒരേ ദിശയിലേക്ക് ആണ്. ഇനി തിരിച്ചു പറയുക, വില P0യിൽ നിന്നും P1ലേക്ക് ഉയർന്നാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ M1ൽ നിന്നും എങ്ങോട്ട് ഉയരും? M1ലേക്ക് ഉയരും. അപ്പോൾ വില വർദ്ധിച്ചപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറും വർദ്ധിക്കുന്നു, ഒരേ ദിശയിൽ. എങ്കിൽ CD എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ബി ലെസ് ദാൻ 1. ഓക്കെ, ഈ ഒരു കാര്യം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ തുടർച്ചയായി ഒരു വീഡിയോ ഇടുന്നുണ്ട്. അത് കൂടി കാണുമ്പോഴേക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാകും. ഓക്കെ.
total expenditure method of price elasticity of demand. By this method, elasticity is determined according to change in total expenditure to change in price. This method provides us only three results. Elasticity of demand is greater than 1. Elasticity of demand is equal to 1. And elasticity of demand is less than 1. When price is rupees 10, demand is 100 units. So the total expenditure is equal to 10 into 100 is equal to rupees 1000. If price increased from rupees 10 to rupees 15, demand decreased by 60 units. Now total expenditure is rupees 900. According to our observation, the price and total expenditure are moving in the opposite direction. If price decreased from rupees 10 to rupees 5, demand increased by 220 units. Now total expenditure is rupees 1100. Here also price and total expenditure moves in the opposite direction. In such cases, elasticity is greater than 1. The expenditure on the good would change in the opposite direction as the price change if and only if the percentage change in quantity is greater than the percentage change in price. When price is rupees 10, demand is 100 units. So the total expenditure is equal to rupees 1000. If the price increased from rupees 10 to rupees 20, demand decreased by 50 units. Now total expenditure is rupees 1000. According to our observation, total expenditure is unaffected to change in price. If the price decreased from rupees 10 to rupees 5, demand increased by 200 units. Now total expenditure is rupees 1000. Here also no change in the total expenditure to change in price. In such cases, elasticity is equal to 1. The expenditure on the good would remain unchanged if and only if the percentage change in quantity is equal to the percentage change in price. When the price is rupees 10, demand is 100 units. So the total expenditure is equal to rupees 1000. If price increased from rupees 10 to rupees 15, demand decreased by 80 units. Now total expenditure is rupees 1200. According to our observation, the price and total expenditure are moving in the same direction. If price decreased from rupees 10 to rupees 5, demand increased by 180 units. Now total expenditure is rupees 900. Here also price and total expenditure moves in the same direction. In such case, elasticity is less than 1. The expenditure on the good would change in the same direction as the price change if and only if the percentage change in quantity is less than the percentage change in price. Graphical presentation of total expenditure method of price elasticity. We measure price on vertical axis and total expenditure on
horizontal axis. The curve has three segments AB, BC and CD. At price P, total expenditure is M. The price falls to P0, total expenditure increased to M1. Both price and total expenditure moves in the opposite direction. So, AB segment of the curve represent relatively elastic demand. At price P, total expenditure is M. The price falls to P0, total expenditure remains the same. So, the BC segment of the curve represent unitary elastic demand. At price P, total expenditure is M. The price falls to P0, the total expenditure decreased to M1. Both the price and total expenditure moves in the same direction. So, the DC segment of the curve represent relatively inelastic demand. വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? വെൽ, ഇനി നമുക്കറിയാം ഒരു ലീനിയർ ഡിമാൻഡ് കർവിലെ ഓരോ പോയിന്റിലെയും ഇലാസ്റ്റിസിറ്റി വ്യത്യസ്തമായിരിക്കും ഇല്ലേ? As we know, elasticity on a linear demand curve will be different from point to point, varying from 0 to infinity. ഇത് നമുക്കറിയാം. But in some cases, demand curve will be such that elasticity of demand will be constant throughout. ചില ഡിമാൻഡ് കർവുകളിൽ ഇലാസ്റ്റിസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും, സ്ഥിരമായിരിക്കും. ഇതാണ് ഇനി നാം ചർച്ച ചെയ്യുന്നത്. ബോർഡിലേക്ക് നോക്കുക. ഇവിടെ പ്രൈസ് ക്വാണ്ടിറ്റി പ്ലെയിൻ വരച്ചിരിക്കുന്നു. ഇവിടെ ഒരു ഡിമാൻഡ് കർവ് വരയ്ക്കുകയാണ്, പി എന്ന് പറയുന്ന ഡിമാൻഡ് കർവ്. ഈ ഡിമാൻഡ് കർവ് OX ആക്സിസിന് സമാന്തരമായിട്ട് വരച്ചിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ, ഇത് തികച്ചും തിയറിറ്റിക്കലായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഇലാസ്റ്റിസിറ്റി നമുക്ക് കാണാനായിട്ട് പ്രയാസമായിരിക്കും. ഓക്കെ, ഇവിടെ OP വിലയാണ്. വിലയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. നമുക്ക് കാണാൻ പറ്റാത്ത വളരെ ചെറിയൊരു മാറ്റം ഇവിടെ സംഭവിക്കുകയാണ് എങ്കിൽ കൺസ്യൂമർ എങ്ങനെയാണ് ഈ വസ്തുവിനോട് പ്രതികരിക്കുന്നത്? ഇതാണ് നാം ചർച്ച ചെയ്യുന്നത്. സപ്പോസ് ഇഫ് ദർ ഇസ് എ സ്ലൈറ്റസ്റ്റ് റൈസ് ഇൻ പ്രൈസ്, ഇഫ് ദർ ഇസ് എ സ്ലൈറ്റസ്റ്റ് റൈസ്, നെഗ്ലിജിബിൾ റൈസ്, എ മൈന്യൂട്ട് റൈസ് ഇൻ പ്രൈസ്, കാണാൻ മാത്രമില്ല, അത്രയും ചെറിയ ഒരു നേരിയ വർധനവുണ്ടായപ്പോഴേക്കും ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് 0 ആയി ചുരുങ്ങുകയാണ്. ഓക്കെ, ഇനി ഇഫ് ദർ ഇസ് എ സ്ലൈറ്റസ്റ്റ് ഫാൾ ഇൻ ദി പ്രൈസ്, ഇഫ് ദർ ഇസ് എ മൈന്യൂട്ട് ഫാൾ ഇൻ ദി പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഈ വസ്തുവിൻ്റെ വിലയിൽ കാണാൻ മാത്രമില്ലാത്ത അത്രയും ചെറിയ ഒരു കുറവ് സംഭവിക്കുകയാണെങ്കിൽ അത് അനന്തമായി നാം വാങ്ങിക്കുകയാണ്. അതുകൊണ്ടാണ് നാം പറഞ്ഞത് ഇതൊരു പക്ഷേ നമുക്ക് സാധാരണ ജീവിതത്തിൽ കാണാൻ പ്രയാസമായിരിക്കും. എങ്കിൽ ഇവിടെയുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ബി ഇൻഫിനിറ്റി. ദ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻ ദിസ് കേസ് വിൽ ബി ഇൻഫിനിറ്റി. ഓക്കെ, ഇവിടെ ഏത് പോയിന്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ ത്രൂ ഔട്ട് ദിസ് ഡിമാൻഡ് കർവ് the value of elasticity will be constant, that is equal to infinity. Got it? Well, ഇനി നമുക്ക് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന മറ്റൊരു ഡിമാൻഡ് കർവ് പരിചയപ്പെടാം.
നോക്കിക്കോളൂ. ഹിയർ ദർ ഇസ് വൺ ഡിമാൻഡ് കർവ് M. M stands for a demand curve, which is a straight line parallel to OY axis. OY ആക്സിസിന് സമാന്തരമായി വരച്ചിട്ടുള്ള ഒരു ഡിമാൻഡ് കർവാണ് M എന്ന് പറയുന്ന ഡിമാൻഡ് കർവ്. ഇവിടെ നോക്കിക്കോളൂ. സപ്പോസ് ഇഫ് പ്രൈസ് ഈസ് P, the consumer buys OM quantity of the good. Well, now suppose price increases from P to P1. വില P1 ആയി വർദ്ധിച്ചു. Now the consumer buys the same amount OM as before. Well, എങ്കിൽ വിലയിലുള്ള മാറ്റത്തോട് കൺസ്യൂമർ ഇവിടെ ഒട്ടും പ്രതികരിച്ചിട്ടില്ല. ഇല്ലല്ലോ. ഇനി നോക്കിക്കോളൂ. If price decreased from P to P0, still the consumer buys the same amount, same quantity as before. So the responsiveness in quantity demanded in this case is 0. Whatever be the price, doesn't matter. The consumer does not respond at all. ചില കേസുകളിൽ ഇങ്ങനെ സംഭവിച്ചേക്കാം. എങ്കിൽ ഈ ഡിമാൻഡ് കർവിലെ ഏത് പോയിന്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇലാസ്റ്റിസിറ്റി ഈസിക്കൽ ടു വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസിക്കൽ ടു 0 ആയിരിക്കും. എങ്കിൽ ഈ ഡിമാൻഡ് കർവ് ഒരു പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഉപ്പിൻ്റെ കാര്യത്തിലൊക്കെ നാം പറഞ്ഞു, ഉപ്പിൻ്റെ വില കൂടിയാലും ഉപ്പിൻ്റെ വില കുറഞ്ഞാലും നാം ഒരേ അളവിലാണ് പൊതുവെ വാങ്ങിക്കാറുള്ളത്. എങ്കിൽ പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡിനുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് സോൾട്ടിനെ കാണിക്കാം. ഓക്കെ, ഇനി നമുക്ക് കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റിയെ കാണിക്കുന്ന മറ്റൊരു ഡിമാൻഡ് കർവ് പരിശോധിക്കാം. ഇത് പറയുന്നതിന് മുമ്പേ ഒരു പുതിയ പദം നിങ്ങൾ കേൾക്കണം. റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. എന്താണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്ന് നമുക്ക് നോക്കാം. Let me write an equation x y is equal to c. Here in this equation x and y are two variables, okay, and c represent a constant, gives us a curve that is called rectangular hyperbola. ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ? നമുക്ക് ഈ ടേമുകളെയൊക്കെ ഇക്കണോമിക്സിൻ്റെ ടേമുകളിലേക്ക് മാറ്റിയതിന് ശേഷം എന്താണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഓക്കെ, നൗ ലുക്ക് അറ്റ് ഹിയർ. പി ക്യു ഈസ് ഈക്വൽ ടു ഇ. ദിസ് ഇക്വേഷൻ ഈസ് സിമിലർ ടു ദിസ് ഇക്വേഷൻ, റൈറ്റ്? ഹിയർ P implies price of the good and Q implies quantity demanded of the good, and E represent a constant value. ഇനി ഞാനൊരു ഡിമാൻഡ് കർവ് വരയ്ക്കുകയാണ് പി ക്യു ഈസിക്കൽ ടു ഇ എന്ന് പറയുന്ന കണ്ടീഷൻ പാലിച്ചുകൊണ്ട്. ഇവിടെ ഒരു ഡിമാൻഡ് കർവ് വരച്ചിരിക്കുന്നു പി ക്യു ഈസിക്കൽ ടു ഇ എന്ന കണ്ടീഷൻ പാലിച്ചുകൊണ്ട്. When price is OP, a consumer buys OQ quantity of the good and he is at point A on the demand curve. Well, എങ്കിൽ ഇദ്ദേഹത്തിന് ചെലവാകുന്ന തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇൻ ടു ക്വാണ്ടിറ്റി ആണ്. അതെന്തിന് തുല്യമാണ്? POQA എന്ന് പറയുന്ന ഈ ഒരു റെക്റ്റാങ്കിളിന് തുല്യമാണ്, റൈറ്റ്? ഇനി നമുക്ക് വേണമെങ്കിൽ പ്രൈസ് OP എന്ന് പറഞ്ഞാൽ 10 രൂപയാണെന്നും OQ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 5 എണ്ണമാണെന്നും സങ്കല്പിക്കുക. എങ്കിൽ ഇദ്ദേഹത്തിന് മൊത്തം ചെലവ് എത്രയായിരിക്കും? 10 രൂപ ഇൻറ്റു 5 എണ്ണം. 10 ഇൻറ്റു 5 എത്ര രൂപ ചിലവാകും?
50 രൂപ ചിലവാകും ഇല്ലേ? എങ്കിൽ 10 രൂപ ഇൻറ്റു 5 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 50 രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. വെൽ, ഇനി നോക്കുക, പ്രൈസ് കുറയുന്നു. പ്രൈസ് ഇവിടെ P0 ആയി കുറഞ്ഞു. ഇപ്പം ഇദ്ദേഹം Q1 ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നു. അങ്ങനെ B എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മുടെ കൺസ്യൂമർ ഇപ്പോഴുള്ളത്. ഓക്കെ, എങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു OP0 ഇൻറ്റു OQ1. റെപ്രസെൻറ്റ് P0 OQ1 B എന്ന് പറയുന്ന ഈ ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും ഇല്ലേ? എത്രയാണ്? ഈ P0 എന്ന് പറഞ്ഞാൽ 5 രൂപയാണെന്ന് വയ്ക്കുക. Q1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 യൂണിറ്റ് ആണെന്ന് വയ്ക്കുക. എങ്കിൽ 5 ഇൻറ്റു 10 അതല്ലേ ഈ ഒരു റെക്റ്റാങ്കിൾ കാണിക്കുന്നത്? എങ്കിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 5 ആൻഡ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 50. ഓക്കെ, റൈറ്റ്. ഇവിടെ നോക്കിക്കോളൂ, പ്രൈസ് ഈസ് ഈക്വൽ ടു 10 ആൻഡ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 5 which is equal to 50. Now in this case at P0 price is equal to 5, price changes. Quantity is equal to 10, quantity changes, but the answer is same that of the previous answer 50. So PQ is equal to E in the case of the demand curve that we have drawn. ശരിയല്ലേ? OPAQ എന്ന് പറയുന്ന ഈ ഒരു റെക്റ്റാങ്കിളിലെയും OP0BQ1 എന്ന് പറയുന്ന ഈ ഒരു റെക്റ്റാങ്കിളിലെയും ഏരിയ തുല്യമാണ്. രണ്ടും എന്തിന് തുല്യമാണ്? 50 രൂപയ്ക്ക് തുല്യമാണ്. ഈ രണ്ട് റെക്റ്റാങ്കിളിലെയും കോമൺ ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ? കഴിച്ചുള്ള ഭാഗമാണ് ഈ ഭാഗവും ഈ ഭാഗവും. ഇത് രണ്ടും ഇവിടെ എന്താണ്? തുല്യമാണ്. അതായത് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് സെയിം ദാറ്റ് ഓഫ് ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ദാറ്റ് ഈസ് വൈ ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ഹിയർ അല്ലേ? അങ്ങനെയാണ് എങ്കിൽ ഡിമാൻഡിലുണ്ടായ ആനുപാതികപരമായ മാറ്റവും പ്രൈസിലുണ്ടായ ആനുപാതികപരമായ മാറ്റവും ഈക്വൽ ആണ് എങ്കിൽ ദ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഹിയർ വിൽ ബി 1. ദാറ്റ് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ED ഈസ് ഈക്വൽ ടു 1 ഇൻ ദ കേസ് ഓഫ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള ഡിമാൻഡ് കർവ്. ഓക്കെ ആണല്ലോ? റൈറ്റ്. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ അവസാന ഭാഗം ചർച്ച ചെയ്യാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻസ് ഇലാസ്റ്റിസിറ്റി? ഒരു വസ്തുവിൻ്റെ ഇലാസ്തികത നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? 1-2 മാർക്കിന് ഒരു പക്ഷേ ചോദ്യം ഉണ്ടായേക്കാം. The elasticity for a good is depend upon the nature of the commodity and the availability of its substitutes. ഒരു വസ്തുവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ പ്രകൃതം കൂടാതെ ആ വസ്തുവിൻ്റെ പ്രതിസ്ഥാപന വസ്തുക്കളുടെ ലഭ്യത ഇവയെ ആശ്രയിച്ചിരിക്കും ആ വസ്തുവിൻ്റെ ഇലാസ്തികത. ഫസ്റ്റ് ഓഫ് ഓൾ വി കൻ ഡിസ്കസ് ദ നേച്ചർ ഓഫ് ദി ഗുഡ്. ഒരു വസ്തുവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ പ്രകൃതത്തെക്കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് ചർച്ച ചെയ്യാം. ഇഫ് ദ നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി ഈസ് എ നെസസറി ഗുഡ്, ഒരു വസ്തുവിൻ്റെ സ്വഭാവം, സവിശേഷത, പ്രകൃതം ഒരു അത്യാവശ്യ വസ്തുവിൻ്റെത് ആണ് എങ്കിൽ ദ ഇലാസ്റ്റിസിറ്റി ഫോർ സച്ച് കമ്മോഡിറ്റീസ് വിൽ ബി റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. അത്തരം വസ്തുക്കളുടെ ഇലാസ്തികത റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ദാറ്റ് മീൻസ് ലെസ് ദാൻ 1 ആയിരിക്കും. നമുക്കറിയാം, ഒരു അത്യാവശ്യ വസ്തുവാണ് എങ്കിൽ
ആ വസ്തു വിലയിലുള്ള മാറ്റത്തോട് പ്രതികരിക്കുന്നതിൻ്റെ അളവ് കുറവായിരിക്കും. If a commodity is a necessary commodity, we have to consume that commodity sufficient amount, whatever be the price. വിലയിലുള്ള മാറ്റം എന്തു തന്നെയായിട്ടുണ്ടെങ്കിലും in order to sustain our life, a consumer must purchase a minimum amount of that commodity. If that commodity is a necessary commodity, ആ ഒരു വസ്തു അത്യാവശ്യ വസ്തുവാണെങ്കിൽ. For example, in the case of food or in the case of medicine, ഭക്ഷണത്തിൻ്റെ കാര്യമെടുത്താലും മരുന്നിൻ്റെ കാര്യമെടുത്താലും ഇവയൊക്കെ ഏതിനുള്ള ഉദാഹരണമാണ്? നെസസറി കമ്മോഡിറ്റീസിനുള്ള ഉദാഹരണമാണ്. ഭക്ഷണത്തിന് വില കൂടിയതുകൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞതുകൊണ്ട് നമുക്ക് അത് ചോദനം ചെയ്യുന്നതിലെ, അതിലെ ഡിമാൻഡ് ചെയ്യുന്നതിലെ അളവിൽ കാര്യമായ മാറ്റം വരുത്താൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് മരുന്നിൻ്റെ കാര്യവും. മരുന്നിന് വില വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ നാം മരുന്ന് വാങ്ങിക്കുന്നതിൻ്റെ അളവ് കൂടുതലായിട്ട് മാറ്റം വരുത്താനായിട്ട് പറ്റില്ല. അങ്ങനെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതം ഒരു പക്ഷേ നഷ്ടമായേക്കാം. സോ ഇൻ ദ കേസ് ഓഫ് എ നെസസറി കമ്മോഡിറ്റി, the percentage change in quantity demand will be less than that of the change in the price. So, the value of elasticity in the case of a necessary good always will be less than 1. Well, ഇനി നമുക്ക് അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻസുലിൻ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ മരുന്നാണ്. ഈ മരുന്നിന് കൂടുതലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും മാർക്കറ്റിൽ ലഭ്യമല്ല. ഒരു വ്യക്തി ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് എങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമായ അത്രയും ഇൻസുലിൻ ഉപയോഗിച്ചേ മതിയാവുള്ളൂ. ഇൻസുലിൻ്റെ വില കൂടിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഇൻസുലിൻ വാങ്ങിക്കുന്നതിൻ്റെ അളവ് കാര്യമായിട്ട് കുറയ്ക്കാൻ പറ്റില്ല. അഥവാ കുറച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അപകടത്തിൽ ആകും. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇൻസുലിൻ ഒരു നെസസറി കമ്മോഡിറ്റിയാണ്. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ വിലയോട് നാം പ്രതികരിക്കുന്നതിൻ്റെ അളവ് വളരെ പരിമിതമായിരിക്കും, അല്ലേ? എങ്കിൽ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് കുറവാണ് എങ്കിൽ നമ്മളുടെ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഇനി ഇൻസുലിന് ഒത്തിരി സബ്സ്റ്റിറ്റ്യൂട്ട് മാർക്കറ്റിൽ ലഭ്യമാണെന്ന് കരുതുക. എങ്കിലോ ഇൻസുലിൻ്റെ വില വർദ്ധിച്ചാൽ കൺസ്യൂമർ അത് വാങ്ങിക്കുന്ന അളവ് കുറയ്ക്കും, ഇല്ലേ? അപ്പം സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ ലഭ്യത ഉണ്ട് എങ്കിൽ, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ ലഭ്യത ഉണ്ട് എങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ ലഭ്യത ഇല്ല എങ്കിലോ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി ലക്ഷറി കമ്മോഡിറ്റി ആണെങ്കിൽ എന്താണ് അവയുടെ ഇലാസ്റ്റിസിറ്റി എന്ന് പരിശോധിക്കാം. ഫോർ എക്സാമ്പിൾ, എയർ കണ്ടീഷണർ. എയർ കണ്ടീഷണർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ലക്ഷറി ഗുഡ്. ഒരു ആഡംബര വസ്തുവിൻ്റെ ഉദാഹരണമാണ് എയർ കണ്ടീഷണർ, ഇല്ലേ? എയർ കണ്ടീഷണറുടെ വില വർദ്ധിക്കുകയാണെങ്കിൽ മിക്കവാറും ഉപഭോക്താക്കൾ അവ വാങ്ങിക്കുന്നത് നീട്ടിവെക്കും. അപ്പോൾ എയർ കണ്ടീഷണറിൻ്റെ ഡിമാൻഡിൽ കാര്യമായ കുറവുണ്ടായിരിക്കും, ഇല്ലേ? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ഇഫ് ദ പ്രൈസ് ഇൻക്രീസസ് ഇൻ ദ കേസ് ഓഫ് എ ലക്ഷറി ഗുഡ്, ഇൻ അവർ എക്സാമ്പിൾ എയർ കണ്ടീഷണേഴ്സ് പ്രൈസ്. ഇനി ഫെസ്റ്റിവൽ സീസണിലൊക്കെ എയർ കണ്ടീഷൻ ബിഗ് സെയിൽ എന്ന് പറയുന്ന പരസ്യമൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരി കൺസ്യൂമേഴ്സ് മാർക്കറ്റിൽ പോയി എയർ കണ്ടീഷൻ വാങ്ങിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇഫ് ദർ ഇസ് എ fall in the price of a luxury good, the quantity demanded of it increases. അല്ലേ? കാര്യമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാം. So in the case of a luxury good, elasticity will be greater than 1, or elasticity will be relatively elastic. Okay, ഇത്രയും പറഞ്ഞുകൊണ്ട് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഈ പാഠം നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുതിയ പാഠവുമായി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം. ഗുഡ് ബൈ.